2025 മാർച്ചിൽ നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിൽ സോഷ്യൽ സയൻസിൽ A+ നേടാൻ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. സോഷ്യൽ സയൻസിൽ A+ കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ നാഫി, വെൽക്കം ടു എഡ്യൂപോഡ് SSLC. സോ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നിങ്ങൾ 3 കാര്യം കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. 2, ജോഗ്രഫിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. 3, സോഷ്യൽ സയൻസിൽ പാഠങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു. ഈ 3 കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സോഷ്യൽ സയൻസിലെ പാർട്ട് എയും പാർട്ട് ബിയും ആക്കി ചുരുക്കിയിട്ടുണ്ട് അല്ലേ. പാർട്ട് എയിൽ എന്താടാ, കമ്പൽസറി ചാപ്റ്റേഴ്സ്, ഹിസ്റ്ററിയിൽ 5, ജോഗ്രഫിയിലെ 4 അടക്കം 9 കമ്പൽസറി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് 40 മാർക്കിനാണ് ചോദിക്കട്ടെ. അതിൽ നിന്ന് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരും. പിന്നെ പാർട്ട് ബിയിലുള്ള ചാപ്റ്റേഴ്സിനെ പേഴ്സ് ആക്കി മാറ്റി 6 പേരുണ്ട്. ഓരോ പേരിലും ഓരോ ചാപ്റ്റർ വീതം പഠിച്ചാൽ മതി. അതിൽ നിന്നും 40 മാർക്കിനാണ് ചോദിക്കുക. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു വീഡിയോ പിൻ ചെയ്ത് വെക്കാം. ആ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണട്ടെ. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, പാർട്ട് എ, അതായത് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്നാണ് 1 വേർഡ് മൊത്തം ചോദിക്കട്ടെ. 1 മാർക്ക് ക്വസ്റ്റ്യൻ മൊത്തം എവിടുന്നാണ് ചോദിക്കുക? പാർട്ട് എ അഥവാ കമ്പൽസറി ചാപ്റ്റേഴ്സ് എന്നാണ്. സോ അത് 5 എണ്ണം ഉണ്ടാവും. 5 1 വേർഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എക്സാമിന് ചോദിക്കും. പിന്നെ പാർട്ട് എയിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 എണ്ണം ചോദിക്കും. അങ്ങനെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 എണ്ണം, 15 മാർക്ക്, 5 1 വേർഡ് എത്ര, 20 മാർക്കായി, 15 5. പിന്നെ ബാക്കി 20 മാർക്കിന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അതിൽ നിന്നാണ് ആ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്തുള്ളത്, മാപ്പ്, ഭൂപടമുള്ളത്. അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഉള്ളത് കേട്ടോ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പാർട്ട് എയിലേക്കാണ്. പാർട്ട് എയുടെ 40 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലാക്കുക. പിന്നെയാണ് പാർട്ട് ബിയിലേക്ക് വരുന്നത്. പാർട്ട് ബിയിൽ എന്താടാ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 3 എണ്ണം ഉണ്ടാവും, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 എണ്ണം ഉണ്ടാവും. ജോഗ്രഫി എന്നുള്ള essay 5 മാർക്കിനായിരിക്കും, അതൊന്നായിരിക്കും. ഹിസ്റ്ററി എന്നുള്ള essay 6 മാർക്കിന്, അതൊന്നായിരിക്കും. സോ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കട്ടെ. ഇത് എഡ്യൂപോഡിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട്, 10ാം ക്ലാസ്സിൽ +1 +2 8 9 പഠിക്കുന്ന എഡ്യൂപോഡ് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അവരുമായിട്ട് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് nafi.edupod. സോ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ, nafi.edupod. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഹിസ്റ്ററി 5, ജോഗ്രഫി 4, ആ 9 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ നിങ്ങൾ തെറാക്കി പഠിക്കുക. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കമ്പൽസറി ആയിട്ടുള്ള 9 ചാപ്റ്റേഴ്സ് പെട്ടെന്ന് സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ ഹിസ്റ്ററിയുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം, അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. സോ ഈ ഒരു ടോപ്പിക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ ജോഗ്രഫിയിൽ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ, ചെലവും പൊതുവരുമാനവും, ഇതും കമ്പൽസറി ചാപ്റ്റർ ആണ്. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇതെന്നാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന്, മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. ഇനി ഹിസ്റ്ററി 5ാമത്തെ പാഠം കൾച്ചർ ആൻഡ് നാഷണലിസം, അതിന്ന് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2 ചാപ്റ്റർ എന്നാണ് ഹിസ്റ്ററി, ഇത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചാൻസ്. ഒന്ന് കൾച്ചർ ആൻഡ് നാഷണലിസം അഥവാ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന 5ാമത്തെ പാഠത്തിനാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഈ കമ്പൽസറി ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണ്? ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് അഥവാ വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ്. ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ആ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിന് എന്താ ചോദിക്കുക, മാപ്പാണ് ചോദിക്കുക കേട്ടോ. മാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും 100% ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, അത് മാപ്പാണ്. മാപ്പിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനൽ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യട്ടോ. അപ്പോൾ മാപ്പ് 3 മാർക്കിന് ചോദിച്ചാൽ ബാക്കി 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. ഇനി സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള 6ാമത്തെ ചാപ്റ്റർ 5 മാർക്കിന് ചോദിക്കുക. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. ഇനി റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ 5 മാർക്കുണ്ട്. അതിൽ 1 മാർക്ക് ഏതാണ്, മാപ്പാട്ടോ, ഭൂപടത്തിൽ പോർട്ട് അഥവാ തുറമുഖമാണ് 1 മാർക്കിന് ഈ ചാപ്റ്റർ ചോദിക്കുക. ബാക്കി 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തുള്ളത്. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇനി കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കഴിഞ്ഞ തവണ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചത് ഈ ഒരു ചാപ്റ്ററിനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. ഇനി മാച്ച് ദ ഫോളോയിങ് കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കട്ടോ. ഓക്കെ, ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പോകണേ. ഇനി ജോഗ്രഫിയിലെ 10ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊട്ടക്ഷൻ, ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും. അതിൽ നിന്ന് 4 മാർക്കിന് നിങ്ങൾക്ക് പബ്ലിക്കിന് മോഡലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത്രയും ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി അടുത്തത് ഏതാടാ, സോഷ്യോളജി വാട്ട് ആൻഡ് വൈ, സമൂഹശാസ്ത്രം എന്തിന് 3 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്റർ ചോദിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ഇത്രയും ടോപ്പിക്കാണ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടോ.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കറിയാം നമ്മളിങ്ങനെ പെയർ ചാപ്റ്റർ ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പെയറിൽ എൻ്റെ പേഴ്സണൽ സജഷനിൽ നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ഞാൻ പറഞ്ഞുതരാം. ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുക, ഹിസ്റ്ററിയിൽ നിന്ന് അടുത്ത പെയറിൽ 7ാമത്തെ ചാപ്റ്റർ പഠിക്കുക, ഹിസ്റ്ററി നിങ്ങൾ 9ാമത്തെ ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് 1, 7, 9, അതായത് ആ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. 1, 7, 9 എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ജോഗ്രഫിയിലേക്ക് വരുമ്പോഴും 1, 3, 4 ഇതാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. 1, 3, 4 ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി ഹിസ്റ്ററിയിൽ നിന്ന് 6 മാർക്കിൻ്റെ എസ്സേ ചോദിക്കും. അത് ചോദിക്കുക ദ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നിന്ന് 6 മാർക്കിന് 4 റെവല്യൂഷനിൽ ഏതെങ്കിലും റെവല്യൂഷനേക്ക് ചോദിക്കുക. ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എസ്സേ ചോദിക്കില്ല. ബാക്കി 4 വിപ്ലവങ്ങളിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങളുടെ പബ്ലിക്കിനോ മോഡലിനോ ചോദിക്കും കേട്ടോ. ഇനി മറ്റൊരു കാര്യമാണെന്ത്, ജോഗ്രഫിയിൽ 5 മാർക്കിൻ്റെ എസ്സേ ഉണ്ട്. അത് ചോദിക്കുക സീസൺസ് ആൻഡ് ടൈമാണ്. ഇന്റർനാഷണൽ ഡേ ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്കരയൊക്കെ ചോദിക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈം, ഗ്രീനിച്ച് ടൈം അടക്കമുള്ള സാധനങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, നമ്മുടെ ലൈവിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ലൈവ് ആ ചാപ്റ്റർ ലൈവൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും, അടുത്ത വീക്കിലായിട്ട് തരും. നിങ്ങൾ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പൽസറി ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ടോപ്പിക്കുകൾ നന്നായിട്ട് തെറവാക്കി വെക്കുക. നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് പഠിച്ചത് മറന്നു പോകാന്നുള്ളത്. പഠിച്ചത് മറന്നു പോകാതെ പഠിച്ചത് എന്നും ഓർത്തെടുത്ത് പഠിക്കാൻ നിങ്ങൾ എഴുതി പഠിക്കുക. എഴുതി പഠിക്കുമ്പോൾ കുറേ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർമ്മ വരും. ഇനി മക്കളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. നിങ്ങൾ ഇനി വേറെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പഠനത്തിലേക്കാണ്. നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ, രാത്രി നിങ്ങൾ ഫ്രീ ആണെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കുക, രാവിലെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ രാവിലെ ഇരുന്ന് പഠിക്കുക. സ്കൂളിൽ നിങ്ങൾക്ക് പോർഷൻസ് ഒക്കെ എടുത്ത് ഇപ്പോൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയമല്ലേ, റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡൗട്ടുള്ള പോർഷൻസ് ടീച്ചേഴ്സിനോടും അടുത്തുള്ള കുട്ടികളോടും ചോദിച്ച് പഠിക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്, ഇനി നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്, ഇനി നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. ഇനി നിങ്ങൾ പഠനമല്ലാതെ വേറെ ഒന്നും എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഇത് ജനുവരി 18-ാം തീയതിയായി. ജനുവരി 18 മുതൽ അങ്ങോട്ടേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പഠനത്തിനാണ്. ഇനി നിങ്ങൾ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നഷ്ടം നിങ്ങൾക്ക് വരും. സോ പഠിക്കുക. അപ്പം നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാം സെറ്റാക്കി തരാം. നിങ്ങൾ പകലാണ് ഫ്രീ എങ്കിൽ പകൽ പഠിക്കുക, സ്കൂളിൽ നിന്ന് ഫ്രീ ആണെങ്കിൽ സ്കൂൾ പഠിക്കുക, പിന്നെ രാത്രി വീട്ടിൽ നിന്ന് പഠിക്കുക. ഡൗട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കാം, നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഫ്രണ്ട്സിനോട് ചോദിക്കാം. ക്ലിയർ ചെയ്ത് ഫുൾ കോൺസെൻട്രേഷൻ പഠനത്തിലേക്ക് കൊടുത്തിട്ട് 100% കമ്മിറ്റ്മെൻറ്റ് പഠനത്തിന് കൊടുത്തിട്ട്, ഫുൾ കോൺസെൻട്രേഷൻ പഠനത്തിന് കൊടുത്തിട്ട് 100% കമ്മിറ്റ്മെൻറ്റ് പഠനത്തിന് കൊടുത്തിട്ട് പഠിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന അന്ന് ഫുൾ A+കാരുടെ കൂട്ടത്തിലെത്താം. ഇനിയും നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ അതിന് നഷ്ടം നിങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി കേട്ടോ. സോ പേടിക്കൊന്നും വേണ്ട, ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാലും ഫുൾ A+ കിട്ടും. ഇനിയും നിങ്ങൾ ലേറ്റ് ആക്കരുത്, നന്നായിട്ട് പഠിക്കുക, എല്ലാം സെറ്റാക്കുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.